വെൽക്കം ടു ബുദ്ധ സീറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പള്ളിക്കരയ്ക്കടുത്ത് പഴന്തോട്ടത്ത് മനോഹരമായ ഒരു വില്ല പ്രൊജക്റ്റിനുള്ളിൽ 4 BHK വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. 5 സെൻറ്റ് 160 ലിങ്ക്സ് സ്ഥലത്ത് 2200 സ്ക്വയർ ഫീറ്റ് 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി സ്പേസും 2 കാർ പാർക്കിംഗ് സൗകര്യത്തോടും കൂടിയാണ് ഈ ഒരു വീട് വരുന്നത്. ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. ഈ ഒരു വീടിൻ്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ബോക്സി എലിവേഷൻ നൽകി അത്യാവശ്യം സ്ക്വയർ ടു വർക്കും സ്പോട്ട് ലൈറ്റും ഒക്കെയാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഫ്രണ്ട് എലിവേഷനിൽ തന്നെ വലുപ്പമുള്ള സ്ലൈഡിംഗ് ആൻഡ് പെർമനൻറ്റ് ഗ്ലാസ് വിൻഡോസും നൽകിയിട്ടുണ്ട്. 4.7 മീറ്ററോളമാണ് ഇവിടെ ഇൻറ്റേർണൽ റോഡ് വരുന്നത്. റോഡിൻ്റെ വർക്കിന് കംപ്ലീറ്റ് ആവാനായിട്ട് ഉണ്ട്. ഈ ഒരു വീട് വില്ലയുടെ എൻഡ് പോയിന്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പേസ് നമുക്ക് ഗസ്റ്റ് പാർക്കിങ്ങിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. വീടിൻ്റെ കോമ്പൗണ്ട് വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ ടെക്സ്ചർ പെയിൻറ്റും കൂടാതെ 4-way ലൈറ്റും ഒക്കെ കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. കോമ്പൗണ്ട് വാൾ പില്ലറിൽ ഷോ ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. 4.4 മീറ്ററോളമാണ് ഇവിടെ ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇൻ്റർലോക്ക് കട്ടകൾ വെച്ച ഒരു മുറ്റത്തേക്കാണ്. എലിവേഷൻ വടക്ക് ദർശനമായും മെയിൻ ഡോർ കിഴക്ക് ദർശനമായുമുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. കവേർഡ് കാർ പാർക്കിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ 17.5 അടിയോളം നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. കൂടാതെ കാർപോർച്ചിലായിട്ട് പവർ പോയിന്റും നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്ന് വീടിൻ്റെ ഫ്രണ്ട് സൈഡായ നോർത്ത് സൈഡിലേക്ക് വരുമ്പോൾ 12 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ രണ്ടാമത്തെ കാർ പാർക്കിംഗ് സൗകര്യം വരുന്നത്. കൂടാതെ ഇവിടെ ആയിട്ടൊരു ടാപ്പും നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഈസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 6 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ മെറ്റൽ ചിപ്സാണ് നൽകിയിരിക്കുന്നത്. 5 സെൻറ്റിൽ അധികമുള്ളത് കൊണ്ട് തന്നെ എല്ലാ സൈഡിലും അത്യാവശ്യ സ്പേസ് ഇട്ട് തന്നെയാണ് ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ സൗത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 7.5 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഈ ഒരു ഭാഗത്ത് ഇൻ്റർലോക്കിംഗ് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. റിമൈനിങ് പോർഷനിൽ മെറ്റൽ ചിപ്സ് ആണ് വരുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വർക്ക് ഏരിയയ്ക്കുള്ള പ്ലാറ്റ്ഫോമായിട്ടാണ് വരുന്നത്. വലുപ്പമുള്ളൊരു വർക്ക് ഏരിയയ്ക്കുള്ള സ്പേസ് തന്നെ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. കൂടാതെ ഈ ഒരു സൈഡിലേക്ക് നമുക്ക് വെജിറ്റബിൾ ഗാർഡനോ ഒക്കെ ചെയ്യാനുള്ള സ്പേസും ലഭിക്കുന്നുണ്ട്. ഈ ഒരു കോർണറിലായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ വെസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 5 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഈ ഒരു ഭാഗത്ത് മെറ്റൽ ചിപ്സ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയും അത്യാവശ്യം നമുക്ക് ഗാർഡനൊക്കെ ചെയ്യാനുള്ള സ്പേസ് ലഭിക്കുന്നുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 9 അടിയോളം നീളവും 4 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. 2 ചെയർ ഇടാനുള്ള സ്പേസ് നമുക്ക് ഈ ഒരു സിറ്റ് ഔട്ടിനായിട്ട് ലഭിക്കുന്നുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് പർഗോളകൾ നൽകി ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോർ മഹാഗണിയിൽ 2 പാളികളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള ഹാൻഡിലൊക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ വന്നിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ലിവിങ് സ്പേസിലേക്കാണ്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ലിവിങ് സ്പേസിന് 15 അടി നീളവും 10 അടി വീതിയുമാണ് ഉള്ളത്. നോർത്തിലേക്ക് വലുപ്പമുള്ള ഗ്ലാസ് വിൻഡോയാണ് വരുന്നത്. താഴത്തെ പോർഷൻ സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിൽ മുകളിലായിട്ട് പെർമനൻറ്റ് ഗ്ലാസ് വിൻഡോയുമാണ് വരുന്നത്. വിൻഡോയുടെ സേഫ്റ്റിക്കായിട്ട് സ്ക്വയർ ടോപ്പ് ഡിസൈനും നൽകിയിട്ടുണ്ട്. വലുപ്പമുള്ള ഒരു സോഫ സെറ്റിനും കോഫി ടേബിളിനുള്ള സ്പേസ് നമുക്ക് ഇവിടെയായിട്ട് ലഭിക്കുന്നുണ്ട്. വെസ്റ്റ് സൈഡ് വോളിലായിട്ടാണ് TV യൂണിറ്റ് വരുന്നത്. വാൾപേപ്പറൊക്കെ നൽകി മനോഹരമായിട്ടാണ് ഈ ഒരു TV യൂണിറ്റ് വരുന്നത്. താഴെയായിട്ട് സ്റ്റോറേജും ഇരു സൈഡിലായിട്ടും ഡക്ക സ്പേസും സ്പോട്ട് ലൈറ്റും എല്ലാം നൽകിയിട്ടുണ്ട്. കൂടാതെ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് LED ലൈറ്റാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്ന് ഡൈനിങ് സ്പേസിലേക്ക് പോകുമ്പോൾ ഇവിടെയായിട്ട് നമുക്കൊരു ചെറിയ സ്പേസ് കിട്ടുന്നുണ്ട്. കൂടാതെ ഇവിടെയായിട്ടൊരു മനോഹരമായ പാനലിംഗ് വരുന്നുണ്ട്. മുകളിൽ CNC കട്ടിംഗ് ഒക്കെ കൊടുത്ത് സ്ട്രിപ്പ് ലൈറ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്പേസ് നമുക്ക് ഒരു പൂജാ യൂണിറ്റോ അല്ലെന്നുണ്ടെങ്കിൽ ഇൻഡോർ പ്ലാന്റ് ഒക്കെ വെച്ച് മനോഹരമാക്കി എടുക്കാവുന്നതാണ്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് താഴത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഇൻവെർട്ടറിനുള്ള പോയിന്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത്. 12 അടി നീളവും 11 അടി വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിൾ വരെ നമുക്കിവിടെ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു പോർഷൻ ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് വരുന്നത്. മുകളിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് LED ലൈറ്റാണ് നൽകിയിരിക്കുന്നത്. നോർത്തിലേക്ക് 2 ഡോർ വിൻഡോ നൽകി ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. കൂടാതെ ഈ ഒരു സൈഡിലേക്ക് മാറിയാണ് നമ്മുടെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്.
താഴെ സ്റ്റോറേജ് ബാക്ക് സൈഡിൽ വാൾപേപ്പറൊക്കെ നൽകി മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മിറർ കൊടുത്തിട്ടുണ്ട്. കൂടാതെ സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് വാഷ് കൗണ്ടർ ഏരിയ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്തെ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ LED ലൈറ്റാണ് നൽകിയിരിക്കുന്നത്. ഈ വീട്ടിൽ വി ഗാർഡിൻ്റെ വയസ്സും GMൻ്റെ സ്വിച്ചസുമാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഗ്ലോസി പാറ്റേണുള്ള ടൈലാണ് എല്ലായിടത്തും യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഇവിടെയായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. കൗണ്ടർ ടോപ്പായിട്ടും സൈഡിലായിട്ടും എല്ലാം ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഇതിനെ കണ്ടിന്യൂ ചെയ്തൊരു പാനലിംഗ് വർക്ക് വരുന്നുണ്ട്. അതിൽ ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു കിച്ചണിന് 11 അടിയിലേറെ നീളവും 7.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പോർഷൻ വരുന്നത്. ഈസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. 2 ലെയറായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ആണ് വരുന്നത്. അത്യാവശ്യം പവർ പോയിന്റും കാര്യങ്ങളും ഉണ്ട്. വലുപ്പമുള്ളൊരു സിങ്കും 2 ടാപ്പും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മുകളിൽ സീലിംഗിൽ LED ലൈറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള പോയിന്റ് വരുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. 13 അടി നീളവും 10.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. വെസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി 2 ഡോറിൻ്റെ ഒരു വാൾഡ്രോബും ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. സീലിംഗ് ലൈറ്റായിട്ട് നൽകിയിരിക്കുന്നത് LED ലൈറ്റാണ്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ഒരു വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. സ്പെൻസോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ വാട്ടർ ക്ലോസറ്റാണ് വരുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനിനുള്ള പോർഷനും എല്ലാം തന്നെ ഈ ഒരു സ്പേഷ്യസ് ആയ ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 13 അടി നീളവും 10.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയും അതേപോലെ തന്നെ വെസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ LED ലൈറ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി 2 ഡോറിൻ്റെ ഒരു വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെ ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. സ്പെൻസോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ തന്നെ വാട്ടർ ക്ലോസറ്റാണ് ഈ ഒരു ബാത്റൂമിൽ നൽകിയിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകൾ ഹാഫ് പോർഷൻ ഫ്ലോട്ടിംഗ് സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പുകളെല്ലാം തന്നെ വുഡൻ ടെക്സ്ചറിലുള്ള മാക്സിനി സ്റ്റൈൽ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ MS-ലാണ് വരുന്നത്. ഹാൻഡ് റെയിലിൻ്റെ ടോപ്പ് വുഡൻ ടെക്സ്ചറുള്ള ടെക്സ്ചർ പെയിൻ്റ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ ഫസ്റ്റ് ലാൻഡിങ്ങിനോട് ചേർന്ന് വോളിലായിട്ട് ടെക്സ്ചർ പെയിൻ്റ് ഒക്കെ കൊടുത്ത് ബ്രൗൺ കളറിലെ സ്ട്രിപ്പും പ്രൊവൈഡ് ചെയ്ത് ഭംഗിയായിട്ടാണ് ആ ഒരു ഏരിയ ചെയ്തിരിക്കുന്നത്. പിന്നീട് മുകളിലേക്ക് വരുമ്പോൾ ഈസ്റ്റിലേക്ക് പർഗോളകൾ നൽകി ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. സ്റ്റെയർ കയറി നമ്മൾ എത്തിച്ചേരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. 15 അടിയോളം നീളവും 5.5 അടിയോളം വീതിയുമാണ് ഈ ഒരു സ്പേസിനുള്ളത്. ഇവിടെയായിട്ട് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് ആണുള്ളത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗിൽ LED ലൈറ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇത് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഈ ഒരു ഭാഗത്തായിട്ട് നോർത്തിലേക്ക് ഒരു 2 ഡോറിൻ്റെ UPVC വിൻഡോ നൽകിയിട്ടുണ്ട്. അതിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു ഗ്രിൽ ഡിസൈനും വരുന്നുണ്ട്. ഇവിടെയായിട്ട് നമ്മൾ ഡൈനിങ് സ്പേസിൻ്റെ ഡബിൾ ഹൈറ്റ് പോർഷനാണ് കാണുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 15 അടിയോളം നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. നോർത്തിലേക്ക് വലുപ്പമുള്ളൊരു വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. താഴെയായിട്ട് പെർമനൻറ്റ് ഗ്ലാസ് വിൻഡോയും മുകളിലായിട്ട് UPVCയുടെ സ്ലൈഡിംഗ് വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ LED ലൈറ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിൻ്റെ സ്പേസ് പോകാതെ തന്നെ നമുക്ക് വാൾഡ്രോബ് ചെയ്യാനായിട്ട് ഇവിടെയായിട്ടും ഒരു സ്പേസ് ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. സ്പെൻസോയുടെ വാട്ടർ ക്ലോസറ്റ് തന്നെയാണ് ഈ ഒരു ബാത്റൂമിൽ നൽകിയിരിക്കുന്നത്. സ്പേഷ്യസ് ആയി ഈ ഒരു ബാത്റൂമിൽ ഹീറ്ററിനുള്ള പോയിന്റ് കുറച്ച് ഫാനുള്ള പ്രൊവിഷൻ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. 13 അടിയിലേറെ നീളവും 10.5 അടിയോളം വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിനും ഉള്ളത്. വെസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. സീലിംഗിലായിട്ട് LED ലൈറ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിനും എക്സ്ട്രാ സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. കബോർഡ് വർക്കോ അല്ലെങ്കിൽ ഡ്രസ്സിംഗ് യൂണിറ്റോ ഒക്കെ ചെയ്യാനായിട്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. കൂടാതെ സ്പെൻസോയുടെ വാട്ടർ ക്ലോസറ്റാണ് ഈ ഒരു സ്പേഷ്യസ് ആയ ബാത്റൂമിൽ നൽകിയിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിന്റ് എക്സ്പോസ്റ്റ് ഫാനുള്ള പ്രൊവിഷൻ ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്.
ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. 27.5 അടിയിലേറെ നീളവും 12 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സ്പേസ് ഉള്ളത്. മാറ്റ് ഫിനിഷ് ടൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. കവർ ചെയ്തെടുത്തിരിക്കുന്ന ഈ ഒരു ഏരിയയുടെ ഒരു കോർണറിലേക്ക് മാറിയാണ് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്. മറ്റൊരു കോർണറിൽ നിന്നാണ് മുകളിലെ ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ സ്പേഷ്യസ് ആയ ബാൽക്കണി വരുന്നത്. 13 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. ഹാൻഡ് റെയിൽ MS ചെയ്തിരിക്കുന്നത്. വളരെ സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു ബാൽക്കണി ഇവിടെ വന്നിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് 250 മീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 8.7 കിലോമീറ്റർ, കാക്കനാടേക്ക് 14 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 17 കിലോമീറ്റർ, തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിലേക്ക് 15 കിലോമീറ്റർ, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്ക് 15 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 25 കിലോമീറ്റർ, വണ്ടർല അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് 6.4 കിലോമീറ്റർ, കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് 7 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻസായി വരുന്നത്. 5 സെന്റ് 160 ലിങ്സ് സ്ഥലത്ത് 2200 സ്ക്വയർ ഫീറ്റ് 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി സ്പേസും 2 കാർ പാർക്കിംഗ് സൗകര്യത്തോടും കൂടി ഈ വീടിന് ചോദിക്കുന്നത് 70 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ബ്രോക്കറേജ് ഫീ ഇല്ലാതെ വീടുകൾ സ്വന്തമാക്കുന്നതിനും ഹോം ലോൺ ഫെസിലിറ്റിക്കും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേഷൻ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.